അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 1,80,00,000 രൂപ. എന്റെ കർത്താവേ, ഒരു ചെറിയ മിന്നലെ പോയി. കാലിത്തൊഴുത്തിന് 23 ലക്ഷവും ചാണകക്കുഴിക്ക് 4,40,40,000 രൂപയും ചെലവഴിച്ചു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിൽ കരാർ നൽകിയത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഇടമായിരുന്നു ക്ലിഫ് ഹൌസ് എങ്കിൽ പിണറായി വിജയൻ എത്തിയതോടെ അവിടം അതിസുരക്ഷാ മേഖലയാക്കി പ്രവേശനം തടഞ്ഞു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. ചില മുതലാളിമാർക്ക് മാത്രമാണ് അടുക്കള വരെ പ്രവേശനമെന്ന് ജില്ലാ കമ്മിറ്റികൾ ഇവരെ വിമർശനമുയർന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജനങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിലും കരാറുകാരും നിർമ്മാണ തൊഴിലാളികളും നിത്യസന്ദർശകരെന്ന് വ്യക്തമാക്കുന്നതാണ് നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് നിയമസഭയിൽ വെച്ച കണക്ക്. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ വസതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് മാത്രം 2021 മുതൽ ചെലവഴിച്ച കണക്കാണ് വെളിപ്പെടുത്തിയത്. ആകെ 1,80,81,000 രൂപ. കഴിഞ്ഞോ? ഇല്ല സാർ. ഇതിനൊരു അന്ത്യമില്ലേ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കും, പട്ടിക്ക് അപ്പിയിടാനും മുള്ളാനും. ഏറ്റവും കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ 98 ലക്ഷം. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. എന്തോന്ന്? ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റാനായി 5,61,000 രൂപ വേറെയും. അതെവിടുത്തെ ന്യായ? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ലിഫ്റ്റിന് മാത്രമല്ല പശുക്കളെ സംരക്ഷിക്കാനും ലക്ഷങ്ങളുടെ കരുതലാണ് മുഖ്യമന്ത്രിക്ക്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കാലിത്തൊഴുത്തിനും സംരക്ഷണ ഭിത്തിക്കും 23,90,000 രൂപ ചെലവാക്കിയപ്പോൾ ചാണകക്കുഴിക്കായി ഒഴുക്കിയത് 4,40,40,000 രൂപ. ചാണകക്കുഴിക്കായി ഒഴുക്കിയത് 4,40,40,000 രൂപ. പുറമേ നിന്ന് നോക്കിയാൽ വെറും വെള്ള പെയിന്റ് ആണെങ്കിലും 12 ലക്ഷമാണ് പെയിന്റിംഗിന്റെ ചെലവ്. കുത്തും ആലോചിക്കണം. വോട്ടേ കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. 2,40,40,000 മുടക്കി കബ്ബോർഡൊക്കെ വെച്ച് അടുക്കള അടിപൊളിയാക്കിയപ്പോൾ 2 തവണയായി ശുചിമുറി സൂപ്പറാക്കാനെടുത്തത് 2,95,000 രൂപ. ഇതെല്ലാം പൂർത്തിയായവയുടെ കണക്ക് മാത്രമാണ്. ബാക്കി ടെൻഡർ